ഇസ്രായേൽ വിട്ട് അമേരിക്കയുടെ പൗരന്മാർ ഉടൻ തന്നെ പുറത്തേക്ക് പോകണമെന്നുള്ള ഒരു അറിയിപ്പ് അമേരിക്ക നൽകുന്നുവെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയുണ്ട്. ഇവിടെ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതിനേക്കാൾ ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചാണ് ധാരാളം സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ഇറാന്റെ ഓരോ നീക്കവും ഒരല്പം സർപ്രൈസിംഗ് ആണ്. ഇസ്രായേൽ ചെയ്തത് ഇറാനുള്ളിലെ അവരുടെ ടാർഗറ്റ്സ്, മിലിറ്ററി ഫെസിലിറ്റീസ്, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, എയർ ഡിഫൻസ് സിസ്റ്റം, മിസൈൽ സിസ്റ്റം, എവിടെയെല്ലാമാണ് തുരങ്കങ്ങളുള്ളത്, ഇവയെല്ലാം തേടി തേടി നശിപ്പിക്കുകയാണ്. ആ ഒരു കണക്കാണ് 1100 എന്ന് പറഞ്ഞത്. എന്നാൽ മറുവശത്തുള്ള ഇറാൻ പുതിയ പുതിയ മിസൈൽസ് ആണ് ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മിസൈൽസിന്റെ എണ്ണവും പതിയെ പതിയെ കുറച്ചു കൊണ്ടുവന്നു. ആദ്യം 300, പിന്നെ 250, 100, 70, 30, 20, ഇങ്ങനെ മിസൈൽസിന്റെ എണ്ണം കുറഞ്ഞു വന്നാൽ പോലും ആ മിസൈലുകളെല്ലാം നേരിട്ട് ഇസ്രായേലിനുള്ളിൽ ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഇപ്പോൾ വലിയൊരു ഉത്കണ്ഠ തന്നെ. അവിടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ചോദ്യമായിരിക്കുമ്പോൾ അമേരിക്കക്കാർ ഉടൻ തന്നെ പുറത്തേക്ക് പോകണമെന്നുള്ള ഒരു അറിയിപ്പ് അമേരിക്ക പറയുന്നുണ്ടല്ലോ. അപ്പോൾ പുതുതായി ഏത് മിസൈലാണ് ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചത്, അതിന്റെ സവിശേഷതകൾ എന്തെല്ലാം, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. കൂടാതെ ഒരു മിസൈൽ ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചതിന്റെ ഒരു വീഡിയോ ഫുട്ടേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് അത് കാണുക. സാറ്റലൈറ്റ് സിഗ്നൽസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിന് ലഭിക്കുന്നില്ല. ഇത് വലിയ അളവിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഈ സാറ്റലൈറ്റ് സിഗ്നൽസിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ബഹിരാകാശം വരെയും ഈ ഒരു യുദ്ധം പടർന്നോ എന്നൊരു ചോദ്യം, ആ ഒരു ചിന്ത നമുക്ക് തന്നെ വരുന്നുണ്ട്. കാരണം ഈ GPS സിഗ്നൽസ് ഒക്കെ ജാം ചെയ്യുന്ന കാര്യം നമുക്കറിയാം. അതുപോലെ ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ സാറ്റലൈറ്റ് സിഗ്നൽസ് ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിറ്റിന് ശരിയായി ലഭിക്കുന്നില്ല, അതിൽ ചില തടസ്സങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ഇറാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഇതിന്റെ അന്വേഷണം നടത്തുമെന്നുള്ള അറിയിപ്പും ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ സെനറ്റ് സഭയിലുള്ളവർ ഒരു വലിയ അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അമേരിക്കൻ പ്രസിഡന്റിന് ഒരു പ്രശ്നം തന്നെയാണ്. ഇറാനെ നിങ്ങൾ ആക്രമിക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. അതിൽ സെനറ്ററായ റോൺ പോൾ പറഞ്ഞത്, ട്രംപിന് ഇറാനുള്ളിൽ അദ്ദേഹം വിചാരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ബോംബെടുത്ത് എറിയാനൊന്നും സാധിക്കില്ല. ഇതിനകം ഞങ്ങൾ ഒരുപാട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഭരണഘടനാ മൂല്യങ്ങളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഞങ്ങളുടെ അപ്രൂവൽ ഇറാനിൽ അവർ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് സെനറ്റിൽ വാർ വോട്ടിങ്ങിലേക്ക് വരും. ആ സമയം ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഒരു വലിയ മുന്നറിയിപ്പ് കാത്തിരിക്കുകയാണ് എന്ന് ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. അപ്പൊ ഈ ഒരു ഭീഷണി ഡൊണാൾഡ് ട്രംപ് എങ്ങനെ തകർത്തെറിയാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഭീഷണിക്കൊക്കെ മുൻപ് തന്നെ ഇറാനിൽ നിന്നും ഒരു മിസൈൽ അത് ഇസ്രായേലിലേക്ക് പുറപ്പെട്ടു വന്ന വീഡിയോ വളരെ വൈറലായി. ആ മിസൈൽ മറ്റൊന്നുമല്ല, ഖോരൻ ഷെർപൂർ എന്ന ഒരു മിസൈൽ. ഈ ഒരു മിസൈൽ ആദ്യമായി ഇറാനിൽ നിന്നും ഇസ്രായേലിനെതിരെ അയച്ചിട്ടുണ്ട്. ഈ ഒരു മിസൈലിനെ കേബർ മിസൈൽസ് എന്നും പറയും. ഇതൊരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഈ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 2000 കിലോമീറ്റർ വരെയും ഇതിന്റെ റേഞ്ച് ഉണ്ട്. കൂടാതെ ഇതിന്റെ വാർഹെഡ് ഏകദേശം 1200 കിലോഗ്രാം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. അപ്പോൾ ഈ ഖേബർ അല്ലെങ്കിൽ ഖുറാൻ ഷെർപൂർ എന്ന മിസൈൽ ആദ്യമായി ഇറാൻ പരിചയപ്പെടുത്തുമ്പോൾ, ഒരു മിസൈൽ ഞങ്ങൾ അയക്കുമ്പോൾ 80 സ്ഥലങ്ങളിൽ ഇതിന്റെ ആഘാതം ഉണ്ടായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ 10 മിസൈൽ ഞങ്ങൾ അയച്ചാൽ 800 സ്ഥലങ്ങളിൽ, ഇസ്രായേലിലെ 800 സ്ഥലങ്ങളിൽ ഇതിന്റെ ഇമ്പാക്ട് നിങ്ങൾ അനുഭവിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിൽ 16 മാക്സ് സ്പീഡും ഇൻസൈഡ് അറ്റ്മോസ്ഫിയറിൽ 8 മാക്സ് സ്പീഡും ഇതിനെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഖേബർ എന്ന മിസൈലിലെ ചില മിസൈൽസ് ഇറാൻ അയച്ചതിന് ശേഷം അതിന്റെ പാത ഒരു മെനുവറിംഗ് രീതിയിലായിരുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ ഇസ്രായേൽ മാധ്യമങ്ങൾ പറഞ്ഞത് അതൊരു മെനുവറിംഗ് അല്ല, ചില മിസൈൽസ് ഫെയിലിയർ ആയിട്ടുണ്ട്. ഇറാൻ ഇന്നലെ അയച്ച മിസൈൽസ് ഒരുപാട് ഫെയിലിയർ ആയി, അതിന്റെ ഇമേജ് ആണ് നിങ്ങൾ കണ്ടത് എന്നൊക്കെയാണ് അവർ വാർത്ത പുറത്തുവിട്ടത്. എങ്ങനെയായാലും ഈ ഖേബർ എന്ന മിസൈൽ ഇപ്പോൾ ഇറാൻ പുതുതായി തന്നെ അയച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇറാൻ ഇപ്പോൾ ഒഫീഷ്യലായി മറ്റൊരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസിന്റെ 12th വേവ് ഓഫ് അറ്റാക്ക് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് 12th വേവ് ഓഫ് അറ്റാക്ക് ആണ്. ഇതിൽ ലോങ് റേഞ്ച് 2 സ്റ്റേജ് സെയ്ജിൽ മിസൈൽസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖേബർ കൂടാതെ സെയ്ജിൽ എന്ന ഒരു മിസൈലും അവരിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്രായേലിനെതിരെ അയച്ചിട്ടുണ്ട്. 2 സ്റ്റേജ് സോളിഡ് പ്രൊപ്പല്ലന്റ് ഉള്ള ഈ ഒരു സെയ്ജിൽ മിസൈൽ, ഇതിന്റെ സ്പീഡ്, റീ എൻട്രി സ്പീഡ് മാക് 12 മുതൽ 14 വരെയാണ്. ഏകദേശം 4300 km/h എന്ന വേഗതയിൽ റീ എൻട്രിയിൽ ഇതിന്റെ സ്പീഡ് ഉണ്ടാകുമെന്നും ഇതിന്റെ റേഞ്ച് 2000 മുതൽ 2500 കിലോമീറ്റർ ഉണ്ടെന്നും പറഞ്ഞു.
capable of hitting Israel and parts of Eastern Europe എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈലാണ് സെജിൽ മിസൈൽ. ആ മിസൈലും ഞങ്ങളിപ്പോൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ 12th വേവ് അറ്റാക്ക് ഇസ്രായേൽ കണ്ട് ഭയന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മിസൈൽസും ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോസും സോഷ്യൽ മീഡിയയിൽ മുഴുവനും വൈറലായി. നമ്മുടെ വാട്സപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ആ മിസൈൽസ് വരുന്നതിന്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അറ്റ്മോസ്ഫിയറിൽ അത് ഉണ്ടാക്കുന്ന ആ ഒരു ടെൻഷൻസ്, അറ്റ്മോസ്ഫിയറിന്റെ ഫ്രിക്ഷനെയും മറികടന്ന് വരുന്ന ആ ഒരു കഴിവ്, ആ ഒരു ശബ്ദം, ഇവയെല്ലാം ഒരു അല്പം ഭയം നൽകുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഇവർ ഇങ്ങനെയുള്ള മിസൈൽസ് അയക്കുമ്പോൾ അമേരിക്ക ചെയ്യുന്നത് USS ഫോർഡ് എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ യൂറോപ്പിൽ നിന്നും നേരിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പാണ് ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്ന രീതിയിൽ അമേരിക്ക കളമിറക്കിയിരിക്കുന്നത്. 3 അമേരിക്കൻ കപ്പൽ വന്നു, കൂടാതെ ഒരു ബ്രിട്ടീഷ് കപ്പലും ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കാനായി കളമിറങ്ങിയിട്ടുണ്ട്. ഈ അലൈഡ് ഗ്രൂപ്പിന്റെ ഫയർ പവർ നമ്മൾ വിചാരിക്കുന്നതിലും അധികമായിരിക്കുമെന്ന വിവരം അവർ പുറത്തുവിട്ടു. അപ്പോൾ ഇറാനെ ആക്രമിക്കാൻ 3 സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ, എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, ബ്രിട്ടീഷിന്റെ കപ്പൽ, അടുത്ത 30 വിമാനങ്ങൾ. ആ 30 വിമാനങ്ങൾ ടാങ്കർ വിമാനങ്ങളാണെന്നും അറിയാം. ഇത് കൂടാതെ ഡെയിലി ഏകദേശം ഒരു 50 വിമാനങ്ങൾ വരെയും ഇസ്രായേൽ എയർഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ വീണ്ടും പല രാജ്യങ്ങൾ വാണ്ടഡായി തന്നെ വന്ന് ഞങ്ങൾ ഇസ്രായേലിനെ സഹായിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെല്ലാം ഇസ്രായേലിനെ എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് ഇസ്രായേൽ ആഴത്തിലിറങ്ങി ഇറാനെ ആക്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇപ്പോൾ ചെയ്യുന്ന എല്ലാ ആക്രമണങ്ങളും ഏകപക്ഷീയമായി ഇസ്രായേൽ ചെയ്യുന്നു എന്നാണ് ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. കാരണം ഈ ഒരു യുദ്ധത്തിൽ മറ്റേത് രാജ്യവും ഞങ്ങൾ നേരിട്ട് ഇറാനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അമേരിക്ക മാത്രമാണ് പറഞ്ഞത് തീർച്ചയായും ഞങ്ങൾ ഇറാനെതിരെയുള്ള ആക്രമണം നടത്തും, ഞങ്ങൾ എപ്പോഴും ഇസ്രായേലിനോടൊപ്പം ഉണ്ടെന്ന്. എന്നാൽ ഞാനീ പറഞ്ഞതുപോലെ സെനറ്റർ ഗ്രൂപ്പിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചില പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അമേരിക്ക എങ്ങനെ ഇതിൽ ഇപ്പോൾ നേരിട്ട് ഇസ്രായേലിനെ സഹായിക്കാൻ പോകുന്നു എന്നുള്ളതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. CNN അടുത്ത് ഒരു സെൻസസ് എടുത്തു. ഇതിൽ 83% റിപ്പബ്ലിക്കൻസ്, 79% ഡെമോക്രാറ്റ്സ്. ഇവരെല്ലാം ഒപ്പോസ് ഇറാൻ ഒബ്റ്റെയിനിങ് ന്യൂക്ലിയർ വെപ്പൺ ഇറാൻ കൈവശം വയ്ക്കാൻ പാടില്ല. അങ്ങനെ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അത് അവിടെയുള്ള റീജിയന് തന്നെ വലിയൊരു പ്രശ്നമായി മാറുമെന്ന് 83% റിപ്പബ്ലിക്കൻസും 79% ഡെമോക്രാറ്റ്സുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് എത്ര വേണമെങ്കിലും അണുവായുധം ഉപയോഗിക്കാം, കൈവശം വയ്ക്കാം. എന്നാൽ അമേരിക്കയ്ക്കെതിരെയുള്ള, ഇസ്രായേലിനെതിരെയുള്ള ഒരു രാജ്യം അവർ അണുവായുധം കൈവശം വയ്ക്കാനേ പാടില്ല. അങ്ങനെ അവർ അണുവായുധം കണ്ടുപിടിച്ചാൽ അത് മുഴുവൻ രാജ്യത്തിനും ഒരു പ്രശ്നമായി മാറും എന്ന് അമേരിക്കക്കാർ തന്നെ വിശ്വസിക്കുകയാണ്. അതാണ് CNN റിപ്പോർട്ടിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഈ സമയത്ത് ഓപ്പറേഷൻ സിന്ധു എന്നൊരു ഓപ്പറേഷൻ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകം 110 ഇന്ത്യക്കാരെ അർമേനിയ വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഇതുവഴി ഇന്ത്യക്കാർ നിരവധി പേർ ഇറാൻ വിട്ടും അതുപോലെ തന്നെ ഇസ്രായേൽ വിട്ട് ആരെല്ലാം തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നു അവരെയും തിരികെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യൻ സർക്കാർ ചെയ്തു വരുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ആക്രമണത്തിൽ പുതുതായി ഇറാൻ 2 സർപ്രൈസ് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഖേബർ, മറ്റൊന്ന് സെജിൽ മിസൈലാണ്. ഈ മിസൈലിന്റെ ആഘാതം എത്രത്തോളമാണ് എന്ന് ഇതുവരെയും ആർക്കും അറിയില്ല. എന്നാൽ ഒരേയൊരു മിസൈൽ മാത്രമേ അയച്ചുള്ളൂ, ഞങ്ങൾ അതിനെ നശിപ്പിച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞാലും എത്രയും പെട്ടെന്ന് അടുത്ത വേവ് ഓഫ് അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഇറാനും കൺഫേം ചെയ്തിട്ടുണ്ട്. അവരുടെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3യുടെ 12th വേവ് ഓഫ് അറ്റാക്ക് ഇത് വളരെ സർപ്രൈസ് നിറഞ്ഞതായിരിക്കുമെന്നും ഇറാൻ പറയുന്നു. എന്തിനും തയ്യാറാണെന്ന് ഇസ്രായേലും പറയുന്നു. എന്ത് സംഭവിച്ചാലും വരട്ടെ, കൈകാര്യം ചെയ്യാമെന്ന രീതിയിൽ അമേരിക്കയിൽ നിൽക്കുകയാണ്. ഇതുപോലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എല്ലാം വോയിസ് ഓഫ് വിക്കി വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്കി സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് അറിയാനായി വാട്സപ്പ് ചാനലും ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.